എംസെറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു ഗുണന ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. 100നോട് ചേർന്ന് കിടക്കുന്ന സംഖ്യകളെ എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാം. ഞാനൊരു 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കാനുള്ള കണക്കുകൾ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 102 ഗുണിക്കണം 104, 105 ഗുണിക്കണം 106, 103 ഗുണിക്കണം 107. ഇതൊന്നും പേപ്പർ പേനയൊന്നും ഇല്ലാതെ കാൽക്കുലേറ്ററിലൊന്നും അടിച്ചു നോക്കാതെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാതെ എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ കണക്കിലേക്ക് വരാം. 102 ഗുണിക്കണം 104, 102 ഗുണിക്കണം 104. നമ്മളിവിടെ നോക്കുന്നത് 100നോട് ചേർന്ന് കിടക്കുന്ന സംഖ്യകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എത്രയാണ് 100ൽ നിന്ന് അധികം എന്ന് നോക്കുക. ഇവിടെ എത്രയധികം? 100നോട് 2 കൂടിയപ്പോഴാണ് 102 ആയത് അല്ലേ? ഇവിടെയോ 100നോട് 4 കൂടിയപ്പോഴാണ് അധികമായത്. ക്ലിയർ അല്ലേ? 102 കിട്ടാൻ 100നോട് 2 കൂട്ടി, 104 കിട്ടാൻ 100നോട് 4 കൂട്ടി. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഉത്തരം കണ്ടെത്താൻ ഇത്ര ചെയ്യേണ്ടു. ആദ്യത്തെ പടിയായിട്ട്, ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഒന്നുകിൽ 102നോട് ഈ 4 കൂട്ടുക, അല്ലെങ്കിൽ 104നോട് അധികമുള്ള ഈ 2 കൂട്ടുക. എങ്ങനെ കൂട്ടിയാലും ഒരേ ഉത്തരം അല്ലേ? 102നോട് 4 കൂട്ടിയാൽ 106, തിരിച്ചു കൂട്ടിയാലും ഉത്തരം എത്രയാണ്? 106 തന്നെ. 104നോട് 2 കൂട്ടിയാലും ഉത്തരം 106 ആണ് അല്ലേ? അതാണ് ഉത്തരത്തിൻ്റെ ആദ്യത്തെ ഭാഗം. ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ അധികമുള്ള ആളുകളെ കണ്ടുപിടിച്ചു അല്ലേ? ഇവിടെ 2 അധികം, അപ്പുറത്ത് 4 അധികം. ഇവരെ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരത്തിൻ്റെ ഫൈനൽ പാർട്ട് നമുക്ക് കിട്ടി. അതായത് ഈ 2ഉം 4ഉം തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ നമ്മളതിനെ ഇങ്ങനെ 8 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. നമുക്ക് 2 ഡിജിറ്റ് വരണം. അപ്പോൾ അതിന് നമുക്കറിയാം, ഒരു 0 ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ 102 ഗുണിക്കണം 104, അതിൻ്റെ ഉത്തരം എത്രയാണ്? 106.08 എന്നുള്ളത് കിട്ടും. മെത്തേഡ് മനസ്സിലായില്ലേ? മനസ്സിലാകാത്തവർ ഞാൻ അടുത്ത കണക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ഇവിടെ രണ്ടാമത്തെ കണക്ക് 105 ഗുണിക്കണം 106 ആണ്. 105 ഗുണിക്കണം 106. നമ്മൾ നോക്കുന്നത് എന്താ? 105 കിട്ടാൻ 100നോട് നമ്മൾ എത്ര കൂട്ടി എന്നുള്ളത് നോക്കി. എത്രയാണ് കൂട്ടിയത്? 5 ആണ് ഇവിടെ കൂട്ടിയത്. അപ്പുറത്തോ 6 കൂട്ടി അല്ലേ? ക്ലിയർ ആണല്ലോ? ഞാൻ അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നറിയാം. എങ്കിലും ചിലപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്കും കൂടി മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ കണക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ആളുകൾക്ക്. എങ്കിലും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം. ഇനി നമുക്ക് ഉത്തരം കിട്ടാൻ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക. ഒന്നുകിൽ 105നോട് 6 കൂട്ടുക, അല്ലെങ്കിൽ 106നോട് 5 കൂട്ടുക. എങ്ങനെ കൂട്ടിയാലും ഒരേ ഉത്തരമാണ്. എത്രയാണ്? 111 എന്ന് കിട്ടും. ക്ലിയർ? ഇനി ചെയ്യേണ്ടതോ അധികമുള്ള ആളുകളെ തമ്മിൽ ഗുണിക്കുക. ഇവിടെ 5ഉം 6ഉമാണ് അധികം നമ്മൾ കണ്ടെത്തി. 5നെയും 6നെയും തമ്മിൽ ഗുണിക്കുക. എത്ര കിട്ടും? 30. രണ്ടാമത്തേതിൻ്റെ ഉത്തരം 111.30 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. 103 ഗുണിക്കണം 107ൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക.